സ്ലോ ആക്ടിങ് പോയിസണുമായിട്ട് നടക്കുക ഇവളുമാരിങ്ങനെ. ഇവളുമാർ പണ്ട് എൻ്റെ മാളൂന് 1.5-2 വയസ്സുള്ളപ്പം എൻ്റെ പാല് കുടിക്കുന്നത് കൊണ്ട് ഇവർക്ക് കലക്കിയൊന്നും കൊടുത്ത് കൊച്ചിനെ ആശുപത്രിയിലൊന്നും ആക്കാനും കൊല്ലാനും ഒന്നും പറ്റാത്തതുകൊണ്ട് രാജമ്മ കുറേ ഒരു വേപ്പെണ്ണ കുപ്പിയുമായിട്ട് ഒരു കുപ്പിക്കകത്ത് വേപ്പെണ്ണയായിട്ട് ഇങ്ങനെ വന്നു. ഇത് തേച്ച് പാല് കൊടുക്കുമ്പം എന്തുവാ പാല് പിന്നെ കുടിക്കത്തില്ല. അങ്ങനെ വേറെ എല്ലാം കൊടുക്കാൻ നേരം അതിനകത്തോട്ട് കലർത്തി ഇതെല്ലാം കൊടുത്ത് കൊച്ചിനെ ആശുപത്രിയിലൊക്കെ ആക്കി കുറേ കാശ് വേഗം വാങ്ങിച്ച് പള്ള വീർപ്പിക്കുക. അങ്ങനെ ഇവിടെ നടക്കുന്നത്. ഇവള് കുറേ മഹാകള്ളിയാണ് ഇവളിങ്ങനെ നടക്കുക. ഒത്തിരി ചാക്കുകെട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ ഇറക്കിക്കൊണ്ട് പോകുന്ന ഇവിടെ ചാക്കുകെട്ടുകൾ അന്ന് എന്തുമാത്രം ചാക്കുകെട്ടാ ഇവിടെ നിന്ന് കൊണ്ട് നടക്കുന്നത്. അതിനകത്തെല്ലാം പൂത്തി വെച്ചുകൊണ്ട് നടക്കുക. കുറേ മരുന്നും എല്ലാം കുറേ മരുന്നും കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് നടക്കുക. ഇങ്ങനെ ഒത്തിരി എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ലയോ. പിന്നെ ഇപ്പം നമുക്ക് വരുന്ന ട്യൂണായ്ക്കകത്ത് മെർക്കുറി, പിന്നെന്താണ് പശുവും പാലിനകത്ത് വേറെ ഏതാണ്ട് അങ്ങനെ എല്ലാം വിഷമാണെന്നാണ് പറയുന്നത്. 50-ന് മേളിലോട്ട് ജീവിക്കത്തില്ലെന്ന് ഇതൊക്കെ ഇതാക്കിയാൽ. അങ്ങനെ പലവർക്കും ഇവളുമാർക്ക് വിഷങ്ങളെക്കുറിച്ചൊക്കെ കാണാം. എന്നിട്ട് ഇതൊക്കെ പാല് കുടിച്ച ഉടനെ അങ്ങനത്തെ സാധനം നമുക്ക് തരും. അതിനകത്ത് കലർത്തി പിന്നെ ട്യൂണായ്ക്കകത്ത് മെർക്കുറി കലർത്തി തരിക. ഇങ്ങനെയൊക്കെ തന്ന് നമ്മളെ കൊല്ലാനായിട്ടാണ് ഈ കൂട്ടരിങ്ങനെ നടക്കുക. കുറേ ഉണ്ട് ഇങ്ങനെ സ്ലോ ആക്ടിങ് പോയിസണുമായിട്ട് നടക്കുന്ന കുറേ. ഇത് ജോളിമോടെ കൂട്ട് കുറേ അവളുമാരിങ്ങനെ നടക്കുക. ഇത് ഇന്ന് ഒക്ടോബർ 9 ഏകദേശം 1 മണിയായി കാണും. നമ്മുടെ ജോലി ചെയ്യുന്ന നമ്മുടെ വീട്ടിലാണ്. ഇതാ നമ്മുടെ വീട് കേട്ടോ. ഇങ്ങനെ നടക്കുക കുറേ അവളുമാരും അമ്മമാരും ഇങ്ങനെ. ഒരു ജോലിയില്ല. ഇതിപ്പോൾ 10ാമത്തെയോ 11ാമത്തെ പ്രാവശ്യമാണ് കറണ്ട് പോകുന്നത്. 12:51 കണ്ടില്ലേ? 12:51 ഒക്ടോബർ 9 കണ്ടോ. എത്ര പ്രാവശ്യം ഇത് ഒത്തിരി പ്രാവശ്യം കറണ്ട് പോയില്ലയോ അമ്മേ? ഉറക്കെ പറയാമേ. ഒത്തിരി പ്രാവശ്യം കറണ്ട് പോയില്ലയോ? ഒത്തിരി പ്രാവശ്യം കറണ്ട് ഇങ്ങനെ പോവുക വരിക ഇങ്ങനെ ഡ്രാമയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ പോവുക വരിക. ഭയങ്കര ഇതാണ് സഹദേവ മന്ദിരം. മനസ്സിലായല്ലോ. ഇതെൻ്റെ അടുക്കളയായി. നമ്മൾ അടുക്കളയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങാണ്ടങ്ങ് പോയെന്നാ സുബ്രഹ്മണ്യൻ്റെ വീട്ടിലോട്ട് പോയെന്നാ അടുക്കള. പിന്നെ നമ്മുടെ വാഷ്റൂമിനകത്തോട്ട് പോയാൽ നമ്മൾ ഇതുവഴി അങ്ങ് പോകുന്നെന്നാ. ഇതിനകത്ത് കയറി രാജമ്മ 3-4 മണിക്കൂറായിരുന്നു ഇതിനകത്ത് കയറി ഇരിക്കുന്നത്. ഇതിനകത്ത് കയറി ഇരിപ്പായിരുന്നു. 7:30 കയറിയാൽ പിന്നെ 11 ആകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ കഥ ഉണ്ടാക്കാനായിട്ട്. എന്തുവാണെന്നറിയത്തില്ല ഇതിനകത്ത് കയറി ഇരിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ ഡ്രാമകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഡ്രാമയാണ്.